ഹായ്, BSc ഓണേഴ്സ് സയൻസസ് സെമസ്റ്റർ 2 വിദ്യാർത്ഥികളുടെ AEC3 ഈ പുസ്തകത്തിലെ ലെസൺ നമ്പർ 6 ഒരു കവിതയാണ്. കവിതയുടെ പേര് ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ്. കവി ഒരു അമേരിക്കൻ കവി, റോസ്ബഡ് ബെൻ-ഓനി. ഈ പാഠത്തിന്റെ സമ്മറിയാണ് ഈ വീഡിയോയിൽ. Shall we start? Rosebud Ben-Oni is an American poet. Her work explores identity, change, and the interplay between science and art. ഒരു അമേരിക്കൻ കവിയാണ് റോസ്ബഡ് ബെൻ-ഓനി. ഐഡന്റിറ്റി, പരിണാമം, ശാസ്ത്രവും കലയും തമ്മിലുള്ള പരസ്പര ബന്ധം എന്നീ പ്രമേയങ്ങളാണ് റോസ്ബഡ് ബെൻ-ഓനിയുടെ കൃതികൾ അന്വേഷണാത്മകമായി കൈകാര്യം ചെയ്യുന്നത്. The poem All Palaces Are Temporary Palaces reflects on the fleeting nature of human creations. ഇപ്പറഞ്ഞ കവിത, അതായത് എല്ലാ കൊട്ടാരങ്ങളും താൽക്കാലിക കൊട്ടാരങ്ങളാണ് എന്ന കവിത, മനുഷ്യന്റെ സൃഷ്ടികളുടെ ക്ഷണികമായ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. It also talks about the search for permanence in an impermanent world. നശ്വരമായ ക്ഷണികമായ ഈ ലോകത്തിൽ സ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തെക്കുറിച്ചും ഈ കവിത സംസാരിക്കുന്നു. ഇൻ ദ പോം ഓൾ പാലസസ് ആർ ടെമ്പററി പാലസസ്, ബെൻ-ഓനി emphasizes the impermanence of human accomplishments. ഈ കവിതയിൽ നമ്മുടെ ബെൻ-ഓനി എന്ന കവി മനുഷ്യന്റെ നേട്ടങ്ങളുടെ ക്ഷണികമായ അവസ്ഥയെ ഊന്നിപ്പറയുന്നു. For this she uses the image of palaces to symbolize success, ambition and the desire for lasting impact. ഇതിനായി വിജയം, അഭിലാഷം, മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാനുള്ള മനുഷ്യന്റെ ആഗ്രഹം എന്നിവയെ കാണിക്കാൻ നമ്മുടെ കവി കൊട്ടാരങ്ങളുടെ ചിത്രം ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നു. These structures are grand and awe-inspiring. ഈ കൊട്ടാരങ്ങളുടെ കെട്ടിടങ്ങൾ അതിഗംഭീരവും വിസ്മയിപ്പിക്കുന്നതുമാണ് എന്നുള്ളത് വാസ്തവം തന്നെ. However, like everything else, they are subject to time's inevitable decay. എന്നിരുന്നാലും മറ്റെല്ലാ കാര്യങ്ങളെയും പോലെ തന്നെ അവയും കാലത്തിന്റെ അനിവാര്യമായ അപചയത്തിന്, നാശത്തിന് വിധേയമാണ്. The poem suggests that even the greatest marvels cannot escape the impermanence of existence. ജീവിതത്തിന്റെ ക്ഷണിക സ്വഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തിലെ ഏറ്റവും വലിയ മഹാത്ഭുതങ്ങൾക്ക് പോലും കഴിയില്ലെന്ന് കവിത സൂചിപ്പിക്കുന്നു. Through vivid imagery and a reflective tone, Ben-Oni encourages readers to examine the value they place on material achievements. ഉജ്ജ്വലമായ ഇമേജറിയിലൂടെയും ചിന്തിക്കുന്ന, അതായത് ധ്യാനനിരതരായിരിക്കുന്ന തരത്തിലുള്ള ടോണിലൂടെയും ഭൗതിക നേട്ടങ്ങളിൽ മനുഷ്യർ അർപ്പിക്കുന്ന മൂല്യം, പ്രാധാന്യം ഒന്ന് പുനഃപരിശോധിക്കാൻ ബെൻ-ഓനി വായനക്കാരോട് ആവശ്യപ്പെടുന്നു. Palaces are impressive, but ultimately they are also fleeting. കൊട്ടാരങ്ങൾ ആകർഷകമാണ് എന്നുള്ളത് സത്യം തന്നെ, തർക്കമൊന്നുമില്ല. എന്നാൽ ആത്യന്തികമായി ഈ പടുകൂറ്റൻ കെട്ടിടങ്ങളും ക്ഷണികമാണ്. The pursuit of permanence through such creations can lead to disillusionment. അത്തരം സൃഷ്ടികളിലൂടെ സ്ഥിരത നേടാനുള്ള ശ്രമങ്ങൾ നിരാശയിലേക്ക് നയിച്ചേക്കാം. Instead, the poem proposes that true meaning lies in intangible experiences such as relationships, emotions, and the memories we create with others. അതിനു പകരം മനുഷ്യബന്ധങ്ങൾ, വികാരങ്ങൾ, മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഓർമ്മകൾ എന്നിങ്ങനെയുള്ള അദൃശ്യമായ അനുഭവങ്ങളിലാണ് യഥാർത്ഥ അർത്ഥം കുടികൊള്ളുന്നത് എന്ന് കവിത നിർദ്ദേശിക്കുന്നു. The poem also highlights humanity's innate desire for stability and permanence. എന്നെന്നും നിലനിൽക്കാനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള മനുഷ്യരാശിയുടെ സ്വതസിദ്ധമായ ആഗ്രഹവും ഈ കവിത ഉയർത്തിക്കാട്ടുന്നു. This is often expressed through building monuments or institutions. മനുഷ്യൻ വലിയ വലിയ സ്മാരകങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ഇത് പലപ്പോഴും പ്രകടിപ്പിക്കപ്പെടുന്നു.
yet it gently reminds us that change is an unavoidable part of life. എന്നിരുന്നാലും ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ് മാറ്റം എന്നുള്ള കാര്യം അത് നമ്മെ വളരെ മൃദുവായി ഓർമ്മിപ്പിക്കുന്നു. Clinging to the illusion of permanence may prevent us from embracing the beauty and meaning found in life's transitory nature. ശാശ്വതയുടെ മിഥ്യാധാരണയിൽ കെട്ടിത്തൂങ്ങിക്കിടന്നാൽ ജീവിതത്തിന്റെ ക്ഷണികമായതെന്ന് പറയപ്പെടുന്ന സ്വഭാവത്തിൽ കാണപ്പെടുന്ന സൗന്ദര്യവും അർത്ഥവും ഉണ്ട്. അത് ഉൾക്കൊള്ളാൻ ആസ്വദിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. To conclude, the poem All Palaces Are Temporary Palaces is a meditation on the transient nature of human endeavors. ഉപസംഹാരമായി എല്ലാ കൊട്ടാരങ്ങളും വെറും താൽക്കാലിക കൊട്ടാരങ്ങളാണ് എന്ന ഈ കവിത മനുഷ്യ പ്രയത്നത്തിന്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ്, ചിന്തയാണ് എന്ന് നമുക്ക് കാണാം. It advises readers to shift their focus from chasing lasting material achievements to appreciating the present moment and the connections they share with others. ശാശ്വതമായ ഭൗതിക നേട്ടങ്ങളെ പിന്തുടരുന്നതിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റണം. എന്നിട്ട് ഇന്നത്തെ നിമിഷത്തെയും മറ്റുള്ളവരുമായി അവർ പങ്കിടുന്ന ബന്ധങ്ങളെയും വിലമതിക്കുന്നതിലേക്ക് കൊണ്ടുവരണം അവരുടെ ശ്രദ്ധ. ഇതാണ് കവിയുടെ ഉപദേശം. Ben-Oni invites us to find fulfillment in the fleeting yet profound beauty of life's experiences. ജീവിത അനുഭവങ്ങളുടെ ക്ഷണികവും എന്നാൽ അപാരവുമായ സൗന്ദര്യത്തിൽ സാക്ഷാത്കാരം കണ്ടെത്താൻ നമ്മുടെ പ്രിയ കവി ബെൻ-ഓനി നമ്മോട് ആവശ്യപ്പെടുന്നു. ഇതാണ് ഈ കവിതയുടെ സമ്മറി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു അഗൈൻ സൂൺ വിത്ത് അനദർ വീഡിയോ. Until then, bye bye.